ജോസിയൻ ഗ്രീൻ ബ്ലോഗ് സ്വാഗതം. നമ്മളത് തേനീച്ച കൃഷിയെ പറ്റിയാണ് പറയുന്നത്. ഈ 1-2 ദിവസമായിട്ട് കേരളത്തിൽ ഉടനീളം അവിടെ ഇവിടെ എല്ലായിടത്തും മഴ പെയ്യുന്നുണ്ട്. ശക്തമായ 1-2 മഴയാണ് പെയ്തത്. ഈ മഴ പെയ്താൽ തേനിൻ്റെ ഉൽപ്പാദനത്തിന് കുറവുണ്ടാകുമോ എന്നാണ് എല്ലാവരുടെയും ആശങ്ക. പക്ഷേ ഇപ്പം തൽക്കാലം 2 മഴ പെയ്തതിൽ കുഴപ്പമില്ല. തുടർച്ചയായിട്ട് ഇനി തേൻ സീസണിൽ മഴ പെയ്താലാണ് കുഴപ്പം. ഇപ്പോഴത്തെ മഴ റബ്ബറിൻ്റെ കുരുന്നാകുന്നതിന് മുമ്പ് നല്ല മഴ 1-2 പെയ്താലും യാതൊരു കുഴപ്പവുമില്ല. റബ്ബറിന് ഇലക്കേട് ഉണ്ടാകുമോ എന്ന് മാത്രമേ സംശയമുള്ളൂ. ഇലക്കേട് വരുന്നത് മഞ്ഞ് കട്ടിയായി നിൽക്കുമ്പോഴാണ് ഇലക്കേട് ഉണ്ടാകുന്നത്. മഴ പെയ്തുകൊണ്ട് ഇലക്കേട് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. മഞ്ഞ് കട്ടിപ്പിടിച്ച് നിന്നാൽ ഇലക്കേട് ഉണ്ടാകും. ഉറപ്പായിട്ടും പുള്ളിക്കുത്തും, പൊടി, പൂപ്പൽ എന്നിവ ഉണ്ടാകും. അത് വൈറസ് ബാധയ്ക്ക് കാരണമാകും. അല്ലാതെ കുഴപ്പമൊന്നുമില്ല. ഇപ്പം 2 മഴ പെയ്താൽ തേനീച്ചയ്ക്ക് വളരെ നല്ലതാണ്. കാരണമെന്ന് വെച്ചാൽ പൂമ്പൊടിയുടെ വരവ് നന്നായിട്ട് കൂടും. ഇങ്ങനെ മയങ്ങി നിൽക്കുന്ന ചെടികളൊക്കെ ഒന്നുകൂടി പൂവിടും, എല്ലാം ഉഷാറാകും. ഈച്ചകൾ ഇഷ്ടംപോലെ പൂമ്പൊടിയായിട്ട് വരും. ഓട് നന്നായിട്ട് വളരും. ഈച്ചയ്ക്ക് നല്ല തണുപ്പും കിട്ടും, ചൂടിൽ നിന്നൊരാശ്വാസമുണ്ട്. എല്ലാം കൊണ്ടും 2 മഴ നല്ലതാണ്. പക്ഷേ തേൻ സീസണിൽ മഴ പെയ്തത് മാത്രം. അങ്ങനെ മഴ പെയ്താൽ നമുക്ക് തേനുൽപ്പാദനത്തിൽ കുറവുണ്ടാകുന്നതാണ് പലപ്പോഴും പല വർഷങ്ങളായിട്ട് കാണുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ മഴ കൊണ്ട് ആൾക്കാർക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. തേനീച്ചകൾ നന്നായിട്ട് വളരും, നല്ല ഗ്രോത്ത് ഉണ്ടാകും. ഇത്രയും കണ്ട എല്ലാവർക്കും നന്ദി. കൂടുതൽ